ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാനസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കിഡിലും സ്പൈസി ബ്രോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വലിയ പീസൊന്നുമല്ല, നോർമൽ പീസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ തൊലിയൊന്നും ഇല്ലാത്ത പീസുകളാണ് എടുത്തിട്ടുള്ളത്. തൊലി ഉള്ളതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ബ്രോസ്റ്റ് പൗഡർ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കിയുടെ ബ്രോസ്റ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പാക്കിൽ തന്നെ ഉണ്ടാവും ബ്രോസ്റ്റ് പൗഡറിൻ്റെ കൂടെ തന്നെ ഉപ്പ്. നമ്മൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും വേണം. സുർക്ക ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തു കൂടെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. പുറത്താണ് വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂർ പുറത്ത് വെച്ചാൽ മതി. ഇത് ഞാൻ രാത്രിക്ക് ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 3 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ബ്രോസ്റ്റ് പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബ്രോസ്റ്റ് പൗഡറിൻ്റെ കൂടെ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്.
മൈദപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ്. ഇനി നമ്മുടെ പീസ് നമുക്ക് വെച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തു കൂടെ പൗഡർ ആക്കിയാണ്ടൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം നമ്മുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് നന്നായിട്ട് ചൂടാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കന് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസ് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.